ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ബാക്ക്. പാകിസ്ഥാനും ചൈനയും തമ്മിൽ വളരെ ശക്തമായ ബന്ധം ദശാബ്ദങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. പാകിസ്ഥാനെ ഇന്ന് ഏറ്റവും കൂടുതൽ ലോകരാജ്യങ്ങളുടെ എല്ലാം കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എല്ലാ രീതിയിലും ലഭിക്കുന്നത് ചൈനയിൽ നിന്നുമാണെന്ന് നമുക്കറിയാം. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നമ്മൾ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ, പാകിസ്ഥാൻ്റെ ഉള്ളിൽ നമ്മൾ വളരെ ശക്തമായ മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തുമ്പോഴും പാകിസ്ഥാനെ വളരെ സ്ട്രോങ് ആയിട്ട് ബാക്ക് സപ്പോർട്ട് കൊടുത്ത, അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് കൊടുത്ത ഒരു രാജ്യം ചൈന തന്നെയായിരുന്നു. ടർക്കിയുണ്ട്. ടർക്കി വളരെ ദൂരെയുള്ള രാജ്യമാണ്. ടർക്കിക്ക് കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് ഒരു പരിധിയൊക്കെ ഉണ്ട്. പക്ഷേ തൊട്ട അയൽ രാജ്യമായിട്ടുള്ള ചൈന പാകിസ്ഥാൻ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ ഡീപ്പ് റൂട്ടഡ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, തീർച്ചയായിട്ടും ചൈനയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ പാകിസ്ഥാനുമായിട്ട് പിന്നെ അകമഴിഞ്ഞ സൗഹൃദവും അല്ലെങ്കിൽ സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല. അത് ജിയോ പൊളിറ്റിക്സിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാർസലാണ്. എന്നിരുന്നാൽ തന്നെയും പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ്. പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും റീജിയണലി മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം ചൈനയാണെന്നുള്ള കാര്യം നമുക്കറിയാം. എന്നിരുന്നാൽ തന്നെയും അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ ടോപ്പിക്ക് ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ശക്തമായിട്ടുള്ള ഒരു ബന്ധത്തിൽ എന്തെങ്കിലും ക്രാക്സ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമോ? പൂർണ്ണമായിട്ടും 100% എന്നാണ്, അല്ല 360 ഡിഗ്രി എന്തു തന്നെ പാകിസ്ഥാൻ ചെയ്താലും, പാകിസ്ഥാൻ്റെ അവസ്ഥ എങ്ങനെ തന്നെ ആയാലും, എത്ര തീവ്രവാദ പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിച്ചാലും, തീവ്രവാദ ആക്രമണങ്ങൾ ഇന്ത്യയിലും മറ്റ് അഫ്ഗാനിസ്ഥാനിലും മറ്റ് പലയിടത്തും പാകിസ്ഥാൻ നടത്തിയാലും, പാകിസ്ഥാൻ്റെ ഇമേജ് ഒരു സ്പോൺസർ ഓഫ് ടെററിസം എന്ന് പറയുന്നൊരു രാജ്യമാണെന്ന് നിലനിൽക്കുമ്പോൾ തന്നെ ചൈന അതിന് തയ്യാറാകുമോ? കാരണം ചൈന നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ സംബന്ധിച്ചൊരു വില്ലൻ രാജ്യമാണെങ്കിലും അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ പട്ടികയിൽ ഇപ്പം UN സെക്യൂരിറ്റി കൗൺസിൽ ഒരു മെമ്പറാണ്. അപ്പോൾ തീർച്ചയായിട്ടും റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് എന്നുള്ളൊരു പരിഗണന ചൈനയ്ക്കുണ്ട്, ഇല്ലേ? പിന്നെ ലോകത്തിൽ രണ്ടാമത്തെ സമ്പത്ത് വ്യവസ്ഥയാണ്, സാമ്പത്തികമായിട്ടുള്ള ശക്തിയിൽ രണ്ടാമത്തെ രാജ്യമാണ്. അപ്പോൾ അതൊക്കെ കണക്കൂട്ടുമ്പോൾ ചൈന പ്രധാനപ്പെട്ട രാജ്യമാണ്, വളരെയധികം ഇമേജുള്ള രാജ്യം തന്നെയാണ്. അപ്പം അങ്ങനെ ഇമേജുള്ള രാജ്യത്തിന് ഈ ഒട്ടും ഇമേജ് ഇല്ലാത്ത, അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു രാജ്യമെന്നുള്ള ഇമേജുള്ള പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും എപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ, പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ, നമ്മൾ ഇന്ത്യക്കെതിരെയുള്ള കാര്യം പറയുന്നത്, മറ്റു രാജ്യങ്ങളുടെ വിഷയമല്ല. കാരണം പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്ന അഫ്ഗാനിസ്ഥാനായിട്ടും അല്ലെങ്കിൽ ഇറാനായിട്ടൊക്കെ ഉള്ളൂ. ഇവിടുത്തെ ഏറ്റവും പ്രധാന വിഷയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയമാണ്. അപ്പോൾ അങ്ങനത്തെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വെളിച്ചത്തിൽ ചൈന എപ്പോഴും പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുകയോ ഇല്ലെന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോഴും തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടുകളോ അല്ലെങ്കിൽ കർക്കശമായിട്ടുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ വിമർശനങ്ങളോ ഒന്നും ചൈന എടുത്തില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് ഉള്ളൊരു കോഷ്യസ് ആയിട്ടുള്ളൊരു ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡാണ് ചൈന എടുത്തത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ബയലാറ്ററൽ ഉഭയകക്ഷി ചർച്ചകളിൽ കൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചൈന എപ്പോഴും പ്രഥമ ദൃഷ്ടിയ അല്ലെങ്കിൽ ഉപരിപ്ലവമായിട്ടെങ്കിലും അവർ പ്രകടിപ്പിക്കുന്ന ഒരു സ്റ്റാൻഡ്. പക്ഷേ ഓക്കെ, ബിഹൈൻഡ് ദ സീനിൽ അവർ പാകിസ്ഥാനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്കറിയാം. എന്നാൽ തന്നെ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഇതുവരെ അങ്ങനെ അതിനകത്തൊരു ക്രാക്സോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വിള്ളലുകളൊന്നും വന്നിട്ടില്ല. അപ്പം ചൈനയ്ക്ക് തീർച്ചയായിട്ടും ഒരു റെസ്പോൺസിബിളായിട്ടുള്ള രാജ്യം എന്ന നിലയിൽ ഇങ്ങനെ പൂർണ്ണമായിട്ടും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല. പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ ഉള്ള പാകിസ്ഥാൻ്റെ നിലപാടുകളെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളത് കുറേ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്കതിനെ വിലയിരുത്താൻ സാധിക്കും. കാരണം ഇന്ത്യയും ഒട്ടും മോശം രാജ്യമല്ല എന്ന് പഹൽഗാമിൻ്റെ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ പഹൽഗാം തീവ്രവാദ ആക്രമണത്തിനെതിരെ പാകിസ്ഥാനിൽ നമ്മൾ നടത്തിയ ശക്തമായിട്ടുള്ള തിരിച്ചടിയിൽ കൂടെ ചൈനയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്കന്ന് നമ്മൾ പറഞ്ഞു, ഇത് പാകിസ്ഥാന് കൊടുക്കുന്ന തിരിച്ചടിയേക്കാളുള്ള ഏറ്റവും സ്ട്രോങ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചൈനയ്ക്കെതിരെയുള്ള റെസ്പോൺസാണ്. പിന്നെ മറ്റു ലോകരാജ്യങ്ങൾ നമ്മളെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ആക്രമിക്കുന്ന ലോകരാജ്യങ്ങളുണ്ടല്ലോ. തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് അതിലുള്ള രാജ്യമാണ്. നമ്മളും അമേരിക്കയും തമ്മിൽ ശക്തമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഇന്ത്യ അത്രയ്ക്കങ്ങോട്ട് പുരോഗതി
പ്രാപിക്കുന്നതും വികസിച്ച് കാണുന്നതും അമേരിക്കയ്ക്ക് അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല. ഇന്ത്യയുടെ സമ്പദ്ഘടന വളർന്ന കുറേ കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിനി കാണാൻ കഴിയും അമേരിക്കയുടെ ശരിക്കുള്ള സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, തൽക്കാലം ഇന്ത്യയായിട്ട് വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധ മേഖലകളിലും അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള റിലേഷൻസ് ഒക്കെ ഉണ്ട്, ഇക്കണോമിക് റിലേഷൻസ് ഉണ്ട്, കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഇന്ത്യ വളർന്ന $4 ട്രില്യൺ എക്കോണമിയിൽ നിന്ന് 5ആയി 7ആയി ഒരു $10 ട്രില്യൺ എക്കോണമിയാണ്. അതിന് മുമ്പ് തന്നെ നമ്മൾ ആകുമ്പോൾ അമേരിക്കയ്ക്ക് നമ്മളോടുള്ള നിലപാട് എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ ഫ്രണ്ടാണോ അല്ലെങ്കിൽ ശത്രുവാണോ നമ്മുടെ മിത്രമാണോ എന്നുള്ള കാര്യം നമുക്ക് അപ്പോൾ കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും നമുക്ക്. കാരണം അവർ തന്നെ ഏറ്റവും അടുത്ത രാജ്യമായിട്ടുള്ള ജപ്പാനൊക്കെ വന്ന ഒരു കാലഘട്ടത്തിൽ 80കളിലും 90കളിലൊക്കെ അമേരിക്ക ജപ്പാനെതിരെ ഉപയോഗിച്ച തന്ത്രങ്ങൾ എന്താണെന്നുള്ള കാര്യം പഠിച്ച് മനസ്സിലാക്കുന്നവർക്കത് അറിയാൻ സാധിക്കും. അന്ന് മുതൽ ജപ്പാന്റെ വളർച്ച വളരെ മുരടിച്ച സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ളൊരു എക്കോണമിയാണ് ജപ്പാൻ. ഇപ്പോൾ അവർ ചൈനയ്ക്കെതിരെ ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ ചൈനയെ ഏത് രീതിയിലും സാമ്പത്തികമായി തളർത്തുക, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ചൈന ഇനിയും മുന്നോട്ട് പോകരുത് എന്നുള്ളൊരു കൃത്യമായ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് അമേരിക്ക അവർക്കെതിരെ ഏർപ്പെടുത്തുന്ന എല്ലാ രീതിയിലുള്ള പിന്നെ നയങ്ങൾ. ഇപ്പോൾ ട്രേഡ് വാർ ആയാലും ശരി, മറ്റു രീതിയിലുള്ള മിലിറ്ററി പ്രഷേഴ്സ് അല്ലെങ്കിൽ പ്രൊവോക്കേഷൻസ്, ഇതൊക്കെ തന്നെ ചൈനയെ ഒതുക്കുവാനുള്ള പരിപാടിയാണെന്ന് പറയാൻ നമുക്കറിയാം. അപ്പോൾ ഇതേ അവസ്ഥ ഇന്ത്യയും നേരിടത്തില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, കാരണം മറു സൈഡിൽ നിൽക്കുന്ന അമേരിക്കയാണെന്നുള്ളൊരു വസ്തുത കൊണ്ട്. ഓക്കെ, എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ ചൈനയുടെ നിലപാട് എന്തായിരിക്കും, ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടുകൾ എടുക്കാൻ സാധ്യതയുണ്ടോ, ചൈന പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് പരിശോധിച്ച് നോക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള പിന്നെ വളരെ വിശാലമായിട്ടുള്ള വ്യാപാരം, മാസീവ് ട്രേഡ്. കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ വളരെ വ്യാപകമായിട്ടുള്ള ട്രേഡ് നടക്കുന്നുണ്ട്. ചൈനയുടെ വലിയൊരു മാർക്കറ്റാണ്, കോളനിയാണ് ഇന്ത്യ. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടുകൾ എടുക്കാൻ തീർച്ചയായിട്ടും ഓക്കെ, അതിർത്തിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ അത് അധികം എസ്കലേറ്റ് ചെയ്യാതെ ഇരു രാജ്യങ്ങളും അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തി അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യ ചില തീരുമാനങ്ങൾ, ട്രേഡിൻ്റെ കാര്യത്തിലൊക്കെ ചില ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ടെക്നോളജിയുടെയൊക്കെ മേഖലകളിൽ ചൈനയ്ക്കെതിരെ ചില നിലപാടുകൾ എടുത്തു. അതൊക്കെ ചൈനയ്ക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഇന്ത്യയെ കൂടുതൽ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൈനയ്ക്ക് അത് ദോഷകരമാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചൈന തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ബ്രിക്സ് സമ്മേളന വേളയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഈ അതിർത്തി പ്രശ്നങ്ങൾ ലഘൂകരിക്കാനും അല്ലെങ്കിൽ കൂടുതൽ അത് ബാക്ക് ടു നോർമൽസിയിലേക്ക് കൊണ്ടുവരാനൊക്കെ ഇരു രാജ്യങ്ങളും ശ്രമിക്കുകയും അതിൻ്റെ ഡയലോഗ്സും അല്ലെങ്കിൽ നെഗോസിയേഷനൊക്കെ തുടങ്ങുകയും അതിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഏകദേശം $140 ബില്യൺ ട്രേഡ് ഉണ്ട് ചൈനയുമായിട്ടുള്ള തമ്മിൽ. അപ്പോൾ ഇന്ത്യയെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യുകയാണെങ്കിൽ, എസ്പെഷ്യലി പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അടിസ്ഥാനത്തിലും വെളിച്ചത്തിലും നമുക്ക് മനസ്സിലായി ചൈന എത്രത്തോളം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ആ ഒരു അവസ്ഥയിലും. അപ്പോൾ തീർച്ചയായിട്ടും ചൈനയ്ക്കെതിരെ കൂടുതൽ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കാനുള്ള ന്യായീകരണങ്ങളുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ ട്രേഡിൻ്റെയും വ്യാപാരത്തിൻ്റെയൊക്കെ കാര്യത്തിൽ. അപ്പോൾ ഇന്ത്യ ഒരു നിലപാട് ശക്തമായി എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ പോളിസി കൂടുതൽ ടൈറ്റൻ ചെയ്യുകയാണെങ്കിലും അത് ചൈനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. പ്രത്യേകിച്ച് ചൈന അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ശക്തമായിട്ടുള്ള പ്രതിരോധവും അല്ലെങ്കിൽ സമ്മർദ്ദവും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തിൽ നിന്നും വലിയൊരു മാർക്കറ്റിൽ നിന്നും ചൈനയ്ക്ക് അനുകൂലമല്ലാത്ത നിലപാടുകൾ നേരിടേണ്ടി വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ചൈനയ്ക്ക് ഗുണം ചെയ്യത്തുള്ള, ദോഷം ചെയ്യത്തുള്ള എന്നുള്ള തിരിച്ചറിവ് ചൈനയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ കോഷ്യസ് ആയിട്ടായിരിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും, തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും അധികമായിട്ട് ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും അവർ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനിയെങ്കിലും, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ പഹൽഗാമിന് ശേഷമെങ്കിലും. കാരണം ഇന്ത്യക്ക് കൂടുതൽ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലായി. മറ്റ് നോർമൽസി ആയിരുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, കുറേയൊക്കെ വിട്ടുവീഴ്ചകൾ, കുറേയല്ല ഒത്തിരി വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യുകയും ചൈനയ്ക്ക് കൂടുതൽ ഇന്ത്യയുടെ മാർക്കറ്റിൽ അവർക്ക് പറയുന്നത് നിയന്ത്രണമില്ലാത്ത സാധനങ്ങളും മറ്റ് പ്രോഡക്ട്സുകളൊക്കെ വിറ്റഴിക്കാൻ അവർക്ക് വൻതോതിലുള്ള അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇനിയും ഭരണകൂടം അതിന് തയ്യാറാണെങ്കിൽ തന്നെയും രാജ്യത്ത് നിലനിൽക്കുന്ന ജനങ്ങളുടെ ഒരു വൈകാരികമായിട്ടുള്ള അവസ്ഥ കണക്കിലെടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് കുറേയൊക്കെ തീർച്ചയായിട്ടും അതിനെതിരെ
ഒരു പ്രതിരോധം സൃഷ്ടിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് ചൈന അതിനെക്കുറിച്ച് വളരെ കോഷ്യസ് ആണ്, കൺസേൺഡ് ആണ്. കാരണം ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് നഷ്ടപ്പെടുക എന്നുള്ള കാര്യത്തിൽ ചൈനയ്ക്ക് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ചൈനയുടെ ഏറ്റവും വലിയൊരു എക്സ്പോർട്ട് മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ചൈനയിൽ നിന്നും ഇപ്പോൾ ഗ്ലോബൽ സപ്ലൈ ചെയിൻ എല്ലാം പല രാജ്യങ്ങളിലോട്ടും അല്ലെ പല കമ്പനികളും ഒക്കെ തന്നെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇന്ത്യയെ പോലെ വലിയൊരു മാർക്കറ്റിനെ നഷ്ടപ്പെടുക എന്നുള്ളത് ചൈനയ്ക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ ഈ ഒരു ഇക്കണോമിക് റിലേഷൻ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ്, ഇന്ത്യയുമായിട്ടുള്ള ഇക്കണോമിക് പാർട്ണർഷിപ്പ് നഷ്ടപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അത് കോംപ്രമൈസ് ചെയ്യാനോ ചൈന തയ്യാറാകത്തില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാസീവ് ട്രേഡ്, ഇന്ത്യയുമായിട്ടുള്ള വലിയ വ്യാപാരത്തിൻ്റെ സാധ്യതകൾ ഇനിയും ഓൾറെഡി വലിയ വ്യാപാരം നടക്കുന്നുണ്ട്. അതിലുപരി കൂടുതൽ വ്യാപാരങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും ശക്തിപ്പെടുത്തുവാനും ഉള്ള സാധ്യതകൾ പിന്നെ വെള്ളത്തിൽ കളഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ചൈന ഒരിക്കലും പാകിസ്ഥാനോട് പൂർണ്ണമായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കത്തില്ല എന്നുള്ള പ്രതീക്ഷ, പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. രണ്ട്, ബോർഡറിൽ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ട് ഡീഎസ്കലേറ്റ് ചെയ്യുക. കാരണം ഗൽവാന് ശേഷം 2020 ഗൽവാൻ വാലി പ്രശ്നത്തിന് ശേഷം ബോർഡർ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ കഴിഞ്ഞ വർഷം റഷ്യയിൽ നടന്ന ബ്രിക്സ് സമ്മേളന സമയത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ, പ്രത്യേകിച്ച് നമ്മളുടെ രാജ്യത്തിൻ്റെ രണ്ട് നേതാക്കളും തമ്മിൽ കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ബോർഡർ ടെൻഷൻ അല്ലെങ്കിൽ ബോർഡർ കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്ന ബോർഡർ പ്രശ്നം കുറയ്ക്കുവാനും തീരുമാനിച്ചു. അപ്പോൾ അത് ഇരു രാജ്യങ്ങൾക്കും പ്രയോജനം മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ എന്നുള്ളത് ഇരു രാജ്യങ്ങൾക്കും അറിയാം. കാരണം ഇന്ത്യയും ചൈനയും തമ്മിലൊരു ഓപ്പൺ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു വാർ ഇനിയും രണ്ടുപേർക്കും അനുയോജ്യമല്ല, ഫേവറബിൾ അല്ല എന്നുള്ളത് ഇരു രാജ്യങ്ങൾക്കും അറിയാം. കാരണം ചൈനയ്ക്കും ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ചൈനയ്ക്ക് നഷ്ടപ്പെടാൻ ഒത്തിരിയുണ്ട്, ഇന്ത്യക്കും നഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടാക്കി വെക്കും. കാരണം ഇരു രാജ്യങ്ങൾക്കും തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റീച്ച് ചെയ്യാൻ, രണ്ട് രാജ്യങ്ങളുടെ അകത്തേക്ക് റീച്ച് ചെയ്യാൻ കഴിയുന്ന മിലിറ്ററി പവർ ഇരു രാജ്യങ്ങളുടെ പക്കലുണ്ടെന്നുള്ള കാര്യം ഇരു രാജ്യങ്ങൾക്കും അറിയാം. കാരണം ഇന്ത്യക്ക് തീർച്ചയായിട്ടും ചൈനയുടെ ഇൻഡസ്ട്രിയൽ ബെൽറ്റുകളെല്ലാം തകർക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള മിലിറ്ററി കപ്പാസിറ്റി ഇന്ത്യ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യയുടെ അഗ്നി അതുപോലുള്ള മിസൈൽ സിസ്റ്റത്തിൽ കൂടുന്നതാണ്. അത് തീർച്ചയായിട്ടും ചൈനയ്ക്കും ആ പൊട്ടൻഷ്യലുണ്ട്. അത് ഇരു രാജ്യങ്ങളും യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഇരു രാജ്യങ്ങൾക്കത് അങ്ങനൊരു കോൺഫ്ലിക്റ്റിൽ എൻഗേജ് ചെയ്യാൻ ഒരവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇരു രാജ്യങ്ങൾക്കും കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ ആളിലും അർത്ഥത്തിലും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, ഇതിനെ ഉണ്ടാക്കിയെടുത്ത സാമ്പത്തിക നേട്ടങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെടുകയല്ലാതെ മറ്റൊന്നും അത് സാധ്യമാകത്തില്ല എന്ന് ഇരു രാജ്യങ്ങൾക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ബോർഡറിലുള്ള കോൺഫ്ലിക്റ്റ് ഡീഎസ്കലേറ്റ് ചെയ്യാൻ രണ്ട് രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഈ ഇന്ത്യ കൂടുതൽ പ്രകോപിതനാക്കിക്കൊണ്ട് പാകിസ്ഥാനെ അവർ ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യത്തില്ല ഇനിയും എന്നുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്ത്യ അന്ന് ഗൽവാൻ പ്രശ്നത്തിന് ശേഷം ചൈനയുടെ ചില ടെക്നോളജി, ഇപ്പം ടിക്ടോക്ക് അതുപോലുള്ള കാര്യങ്ങൾ, ഒത്തിരി ആപ്സുകളൊക്കെ നമ്മൾ ബാൻ ചെയ്തു. അപ്പോൾ അതൊക്കെ ചൈനയ്ക്ക് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പായിരുന്നു. കാരണം ഇത്ര നാളും ചൈന വിചാരിച്ചിരുന്നു ചൈനയ്ക്കെതിരെ യാതൊരു രീതിയിലുള്ള നിലപാടുകളും ഒരു രാജ്യം എടുക്കത്തില്ല. പക്ഷെ അതെടുക്കാൻ ശക്തിയുള്ള അല്ലെങ്കിൽ പൊട്ടൻഷ്യലുള്ള ഒരു രാജ്യം ഇന്ത്യ മാത്രമാണ് ഈ ലോകത്തെന്നുള്ളത് ചൈന തിരിച്ചറിഞ്ഞത്. അതുപോലെ തന്നെ ബോർഡർ കോൺഫ്ലിക്റ്റ്, മിലിറ്ററി കോൺഫ്ലിക്റ്റിലും ചൈനയായിട്ട് ഏർപ്പെടാൻ തൽക്കാലം സാധ്യതയുള്ള അല്ലെങ്കിൽ അതിന് പൊട്ടൻഷ്യലുള്ള ഒരു രാജ്യം ഇന്ത്യയാണെന്ന് ചൈന തിരിച്ചറിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ വഴി നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് കടന്ന് ചൈനയ്ക്കും നമ്മൾ ശക്തമായിട്ടുള്ളൊരു റെസ്പോൺസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ചൈന തീർച്ചയായിട്ടും ഇനിയും അവരുടെ പാകിസ്ഥാനായിട്ടുള്ള ബന്ധങ്ങൾ ഇന്ത്യക്കെതിരെ അവരുടെ പ്രോക്സിയായിട്ട് പാകിസ്ഥാനെ ഉപയോഗിക്കുന്നതിൽ അവർ കൂടുതൽ കോഷ്യസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡർഷിപ്പ് ആസ്പിറേഷൻ, ചൈനയെ സംബന്ധിച്ച് ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞ രാജ്യങ്ങളുടെ, ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളല്ലാത്ത അവികസിത രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടുന്ന എല്ലാ രാജ്യങ്ങളും ഗ്ലോബൽ സൗത്തിലാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും, ഏഷ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇതെല്ലാം ഗ്ലോബൽ സൗത്തിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡറായിട്ട് നിലനിൽക്കുക എന്നുള്ളത് ചൈനയുടെ വലിയൊരു ആഗ്രഹമാണ്. കാരണം അവർ വളർന്ന് വരുന്നൊരു സാമ്പത്തിക ശക്തി ആയതുകൊണ്ടും ഒരുപക്ഷെ ഭാവിയിൽ അമേരിക്കയെ മറികടന്ന് ലോകത്തിലെ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പൊട്ടൻഷ്യലുള്ള രാജ്യമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളുടെ ഡെവലപ്മെൻറ്റിന്, സ്റ്റെബിലിറ്റിക്ക്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗ്ലോബൽ സൗത്തിൻ്റെ ഉന്നമനത്തിനൊക്കെ വേണ്ടി നിലനിൽക്കാൻ
പൊട്ടൻഷ്യലുള്ള ലീഡർഷിപ്പിൻ്റെ ഒരു സാധ്യതയും ചൈനയ്ക്ക് മുന്നിൽ തെളിഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യയും അതിന് ഒരു പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ് ആണ്. കാരണം ഇന്ത്യക്കും എസ്പെഷ്യലി ആഫ്രിക്കൻ രാജ്യങ്ങളുടെയൊക്കെ ഇടയിൽ വളരെ മതിപ്പുള്ള ഒരു രാജ്യമാണ്. ഇന്ത്യയും അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയൊക്കെ തീർച്ചയായിട്ടും കൂടുതൽ ശ്രമിക്കുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും അതിനകത്തിൽ എൻഗേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡർഷിപ്പിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഈ രണ്ട് രാജ്യങ്ങൾക്ക് അതിനുള്ള സ്കോപ്പുണ്ട്, സ്പേസ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് അത് നഷ്ടപ്പെടുത്തുക, പാകിസ്ഥാൻ എന്ന് പറയുന്ന തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്ന രാജ്യം എന്ന ഇമേജ് നിലനിൽക്കുമ്പോൾ പാകിസ്ഥാനെ എപ്പോഴും ടോട്ടലി ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ചൈനയ്ക്ക് അത്ര അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമല്ല ഉണ്ടാക്കുന്നതെന്ന് ചൈന തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും, പാകിസ്ഥാനുള്ള ബന്ധം നിലനിൽക്കും. പക്ഷേ അത് ചൈന വളരെ ഡിപ്ലോമാറ്റിക്കലി കോഷ്യസ് ആയിട്ട് മാത്രമേ അതിനകത്തിൽ ഏർപ്പെടത്തുള്ളൂ എന്നുള്ളൊരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞാൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അത് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അതിൻ്റെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്നതാണ് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ, സീപെക് എന്ന് പറയുന്നത്. അപ്പോൾ ആ സീപെക് പാകിസ്ഥാനിലാണല്ലോ. പാകിസ്ഥാൻ ബലൂചിസ്ഥാനിലെ കദ്വാർ തുറമുഖം, ഇതൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട സ്പോട്ടുകൾ അല്ലെങ്കിൽ ഹബ്ബുകളാണ് ശരിക്കും പറഞ്ഞാൽ. അവിടെ വളരെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നം നിലനിൽക്കുന്നത് നമുക്കറിയാം ബലൂചിസ്ഥാനിലൊക്കെ. അപ്പോൾ ഇന്ത്യയെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യുകയാണെങ്കിൽ ചൈന, അതായത് പാകിസ്ഥാൻ്റെ ഏത് പ്രവൃത്തിയെയും ന്യായീകരിച്ച് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുവാനും അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള പ്രോക്സിയായിട്ട് അല്ലെങ്കിൽ ഏത് വിടുപണി ചെയ്യാനും പാകിസ്ഥാനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് വെളിവായിട്ടുണ്ട്, തെളിവായിട്ടുണ്ട്. അപ്പോൾ ഇനിയും അത് ചൈന തുടർന്നു കഴിഞ്ഞാൽ ബലൂചിസ്ഥാനിൽ തീർച്ചയായിട്ടും അരക്ഷിതാവസ്ഥ കൂടുതൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഇന്ത്യക്ക് കഴിയും. അല്ലെങ്കിൽ ഇന്ത്യ കൂടുതൽ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ മൾട്ടി ബില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വെള്ളത്തിലാകും എന്നുള്ള കാര്യം ചൈനയ്ക്ക് മനസ്സിലാക്കി തുടങ്ങി. കാരണം ഇന്ത്യ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു, ഇനി ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്ന ഏത് ചെറുതും വലുതായിട്ടുള്ള തീവ്രവാദ ആക്രമണങ്ങൾ രാജ്യത്തിനെതിരെ ഇന്ത്യക്കെതിരെയുള്ള യുദ്ധമായിട്ടാണ് ഇന്ത്യ, നമ്മുടെ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി അത് ഡിക്ലെയർ ചെയ്തു നമ്മുടെ രാജ്യത്തിൻ്റെ പോളിസി പാകിസ്ഥാനെതിരെ. അപ്പോൾ ഇനി പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള പ്രൊവോക്കേഷൻ ഉണ്ടായാലും ശരി, ഏത് തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനം ഉണ്ടായാലും ശരി, രാജ്യത്തിനെതിരെയുള്ള യുദ്ധമായി കണക്കിലെടുത്തിട്ടുണ്ട് ഇന്ത്യക്ക് ശക്തമായിട്ട് പാകിസ്ഥാൻ്റെ ഉള്ളിൽ തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തു. നമ്മുടെ വാർ ഡോക്ട്രിൻ, നമ്മുടെ വാർ പോളിസി നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയും പാകിസ്ഥാനെ ചൈന ഒരു ചട്ടുകമായി ഉപയോഗിച്ച് ഇന്ത്യക്കകത്ത് ഇതുപോലുള്ള തീവ്രവാദ പ്രവർത്തനം നടത്തുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ മേലെ ശക്തമായിട്ടുള്ള മിലിറ്ററി ആക്രമണം ഉണ്ടാകുന്നുള്ള കാര്യം 100% ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ അത് പാകിസ്ഥാൻ്റെ ഉള്ളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ വെള്ളത്തിലാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, പ്രത്യേകിച്ച് ബലൂചിസ്ഥാനിൽ. കാരണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള, അതുപോലെ തന്നെ ചൈനയുടെ പാകിസ്ഥാനുള്ളിൽ ജോലി ചെയ്യുന്ന ചൈനീസ് ആൾക്കാർക്കെതിരെയൊക്കെ തന്നെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് നിലനിൽക്കുന്നു, ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യ പ്രൊവോക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റിസ്ക് ചൈന ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ചൈനയ്ക്ക് നല്ല കൃത്യമായിട്ടുള്ള ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനെ ഇനി എത്രത്തോളം ചൈന അകമഴിഞ്ഞ് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ചൈനയുടെ ഫോറിൻ പോളിസി പാകിസ്ഥാനെ എപ്പോഴും അന്താരാഷ്ട്ര മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ തന്നെ എല്ലാം മറന്ന് ചൈന സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രവണതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. UN-ലായാലും മറ്റ് പലയിടത്തായാലും ശരി, പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായാലും ലോകരാജ്യങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനെ സ്പോൺസർ ഓഫ് ടെററിസം എന്നാണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ തന്നെയും പാകിസ്ഥാനെ ഏകപക്ഷീയമായിട്ടും പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം ചൈന മാത്രമാണ്. അതുകൊണ്ട് ഇനിയുള്ള അവസരങ്ങളിൽ അത് വളരെ കെയർഫുള്ളായിട്ടായിരിക്കും ചൈനയുടെ പ്രവൃത്തികൾ, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതികൾ സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇന്ത്യയായിട്ട് ശത്രുതയുണ്ടെങ്കിൽ തന്നെയും വളരെ ഓപ്പണായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഹോസ്റ്റിലിറ്റി ഒന്നും ആയിരുന്നില്ല ചൈനയെതിരെ പ്രതികരിച്ചത്. പക്ഷേ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കാര്യം. പിന്നെ അവരുടെ ഡബിൾ ഗെയിം ഓഫ് ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ അവരുടെ ഇരട്ടത്താപ്പ് നയം നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്നതാണ് ചൈനയെ സംബന്ധിച്ച്. ആഗോളതലത്തിൽ ചൈന ടെററിസത്തെ ശക്തമായി എതിർക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ പാകിസ്ഥാൻ്റെ കാര്യം വരുമ്പോൾ ചൈന കണ്ണടയ്ക്കും, വായു അടയ്ക്കും. പാകിസ്ഥാനെതിരെ എന്ത് വിഷയം ഉണ്ടായാലും ശരി അവർ വീറ്റോ വയ്ക്കും.
പാകിസ്ഥാനെതിരെ എന്ത് തന്നെ പ്രശ്നം UN വന്നാലും ശരി, അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് ചൈന എതിർക്കും, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷേ ആഗോളതലത്തിലെ തീവ്രവാദത്തെക്കുറിച്ച് ചർച്ച ഉണ്ടാകുമ്പോൾ ചൈന മുൻപന്തിയിലാണ്. അതിനെക്കുറിച്ച് വാദോരാതെ സംസാരിക്കാനും അതിനെ എതിർക്കുവാനും ഞങ്ങൾ തീവ്രവാദത്തിന് എല്ലാ തരത്തിലുള്ള തീവ്രവാദങ്ങൾക്കെതിരാണെന്ന് പറയാനും ഒക്കെ തന്നെ. എന്നിട്ട് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഒരു സമാധാനകാംക്ഷിയായിട്ടുള്ള രാജ്യമായിട്ട് അവർ നിലകൊള്ളുന്ന ഒരു ഡബിൾ ഗെയിം ഇരട്ടത്താപ്പ് നയം ചൈനയുടെ ഭാഗത്തു നിന്ന് എല്ലാ പ്രാവശ്യവും ഉണ്ടായിരുന്നു. ഇനി അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വർദ്ധിച്ചു വരുന്ന ബന്ധങ്ങളാണ്. പ്രത്യേകിച്ച് സ്ട്രാറ്റജിക് ആയിട്ടുള്ള സാമ്പത്തിക ബന്ധങ്ങളുണ്ട്. തീർച്ചയായിട്ടും അത് ഇപ്പോൾ ട്രംപും മോഡിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ 2030 $500 ബില്യൺ ട്രേഡിലേക്ക് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ തന്നെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഫ്രീ ട്രേഡ്, സ്വതന്ത്ര വ്യാപാര കരാറുകൾക്ക് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളും അതുപോലെ തന്നെ സ്ട്രാറ്റജിക് റിലേഷൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് തന്ത്രപരമായിട്ടുള്ള ബന്ധങ്ങൾ, മിലിറ്ററി ടു മിലിറ്ററി റിലേഷൻസ് ഒക്കെ തന്നെ വർദ്ധിച്ചു വരികയും അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ചൈന കൂടുതൽ ഇന്ത്യയെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യയെ കൂടുതൽ അമേരിക്കൻ ക്യാമ്പിലേക്ക് തള്ളിവിടുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ എനിക്കറിയാം. കാരണം ക്വാഡ് അതുപോലെ തന്നെ മറ്റ് ബയലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ്, ഉഭയ വ്യാപാര കക്ഷി ഉഭയകക്ഷി ചർച്ച വ്യാപാരത്തിൽ, അതുപോലെ ക്വാഡിൽ ചൈനയ്ക്കെതിരെയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ക്വാഡ് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 രാജ്യങ്ങൾ അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, ഈ 4 രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും ചൈനയ്ക്കെതിരെ ഇൻഡോ പസഫിക് ഓഷനിൽ സുസജ്ജമാക്കുക, അല്ലെങ്കിൽ നമ്മൾ ചൈനയുടെ ഏത് പവർ പ്രൊജക്ഷനെയും പ്രതിരോധിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ക്വാഡ് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ക്വാഡിൽ ഇന്ത്യ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള മെമ്പറാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷ്യനിൽ ഇന്ത്യക്കാണ് ഇപ്പോഴും ഡോമിനൻസ് ഉള്ളത്. ആ ഡോമിനൻസിനെ തകർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ചൈന പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയൊക്കെ നേവിയെ മോഡേണൈസ് ചെയ്യുന്നത്. അപ്പോൾ ചൈനയുടെ ഭാഗത്തുനിന്ന് ഇനിയും ഇതുപോലെ പ്രകോപനപരമായിട്ടുള്ള ഒരു പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യക്കും തീർച്ചയായിട്ടും ചൈനയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ കഴിയും. ഈ പറഞ്ഞ മേഖലകളൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ചൈനയുടെ ലോങ് ടേം ഇൻട്രസ്റ്റിന് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിൽ ഇന്ത്യക്കും തീർച്ചയായിട്ടും ഇന്ത്യയുടെ കരുക്കൾ നീക്കാൻ അല്ലെങ്കിൽ കാർഡ്സ് പ്ലേ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൈനയ്ക്ക് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയെ തീർച്ചയായിട്ടും ചൈനയ്ക്ക് നെഗ്ലക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സൈലൈൻ ചെയ്യാനോ സാധിക്കത്തില്ല. ഇത്രയും നാളും നമ്മളുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള റെസ്പോൺസോ അല്ലെങ്കിൽ പ്രതികരണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചൈന നമ്മളെ അണ്ടർ റേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അണ്ടർമൈൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഓപ്പറേഷൻ വഴി നമ്മളുടെ ശരിക്കുള്ള ശക്തി എന്താണെന്ന് ചൈനയ്ക്കും കൂടെ തെളിയിച്ചു കൊടുത്ത ഈ ഒരു അവസരത്തിൽ ചൈന ഇനിയും പാകിസ്ഥാനോട് ഏർപ്പെടുന്നതും പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്നതും വളരെ ശ്രദ്ധാപൂർവമായിരിക്കും. അതിനകത്തിൽ ചില കുറവുകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ കൂടെ, ഈ റിപ്പോർട്ടിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇതെല്ലാം നമുക്ക് രാജ്യങ്ങളാണ്, അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ഏതറ്റം വരെ പോകും. അത് ഡിപ്ലോമാറ്റിക്കായിട്ടും അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കലി ഉള്ള അവരുടെ മനൂവേഴ്സ് അത് ഏത് രീതിയിൽ ഉപയോഗിക്കും. കാരണം ചൈനയ്ക്ക് ഒരിക്കലും പാകിസ്ഥാനെ ഇഗ്നോർ ചെയ്യാനോ അവോയ്ഡ് ചെയ്യാനോ സാധിക്കത്തില്ല. കാരണം ചൈനയുടെ 64-70 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് പാകിസ്ഥാനിൽ സ്റ്റക്കായി കിടക്കുകയാണ് ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടുള്ള സീപെക് വഴി. അപ്പോൾ പാകിസ്ഥാനിൽ വളരെ ശക്തമായിട്ടുള്ള എന്താണ് പറയുന്നത്, ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലും സിന്ധ് പ്രവിശ്യയിലും ഒക്കെ തന്നെ, പ്രത്യേകിച്ച് സീപെക് പോകുന്ന ബലൂചിസ്ഥാനിൽ കൂടെയാണല്ലോ, ഗദ്വാർ പോർട്ട്. അപ്പോൾ അതൊക്കെ പരിപൂർണതയിലെത്തിക്കുക എന്നുള്ള ചൈനയുടെ ലക്ഷ്യമാണ്. അപ്പം അതിന് പാകിസ്ഥാൻ ശാന്തമായിരുന്നാൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. പാകിസ്ഥാൻ ശാന്തമായിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ ഈ വടക്ക് പണികൾ ഇന്ത്യക്കെതിരെയുള്ള നിർത്തുക എന്നുള്ളത് വളരെ പരമപ്രധാനമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ തിരിച്ചും തീർച്ചയായിട്ടും അതേ രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. പാകിസ്ഥാൻ്റെ പ്രകോപനങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങളിൽ കൂടെ ഇന്ത്യയെ ആക്രമിക്കുക അല്ലെങ്കിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കുക എന്നുള്ള പാകിസ്ഥാൻ്റെ നയമാണെങ്കിൽ പാകിസ്ഥാൻ്റെ ഉള്ളിലും ശക്തമായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയും അതുവഴി ചൈനയുടെ താല്പര്യങ്ങളെ എന്താണ് ഇല്ലാതാക്കാൻ, ഈ പറഞ്ഞ സീപെക് എന്ന് പറയുന്ന അവരുടെ മെഗാ പ്രോജക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യാനും അതിനെ ആക്കാതിരിക്കാനുമുള്ള തന്ത്രങ്ങളും ചീട്ടുകളൊക്കെ ഇന്ത്യയുടെ കൈകളിലുണ്ടെന്നുള്ള കാര്യം ചൈനയ്ക്ക് കൃത്യമായിട്ടുള്ള
ബോധ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൈന ഇനിയും അവരുടെ നിലപാടുകൾ വളരെ കോഷ്യസ് ആയിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. രാജ്യങ്ങളുടെ താല്പര്യങ്ങളാണ്. അപ്പോൾ അവരെ ഏത് രീതിയിൽ അതിനെ സംരക്ഷിക്കാൻ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല. എന്നിരുന്നാലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ട് ചൈനയുടെ ഭാഗത്തു നിന്നും അത്രയ്ക്ക് പ്രകോപനപരമായിട്ടുള്ള ഒരു സമീപനം ഇനിയും ഇന്ത്യക്കെതിരെ ഉണ്ടാകത്തില്ല എന്നാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ചിവിടെ പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. ഈ വീഡിയോയും മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.